അഷ്ടിക്ക് വകയില്ല. അങ്ങനെ ഒരാൾ മകൻ്റെ കല്യാണത്തിന് നൃത്തം ചെയ്യാൻ ഷാറൂഖ് ഖാനെ ക്ഷണിച്ചാലോ? അതുപോലെയാണത്രേ ഇന്ത്യ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനെ കാശ് കൊടുത്ത് കളിക്കാൻ കൊണ്ടുവരുന്നത്. ഉപമ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളുടേതാണ്, ബൈച്ചുങ് ഭൂട്ടിയയുടെ. പരിഹാസത്തിൽ പതിരുണ്ടാവാം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന രസിക്കാത്ത സത്യം കാണാതെ പോകരുത്. അതിലും കുരുക്കിക്കൊള്ളുന്ന മറ്റൊരു ഉപമയുമില്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വർത്തമാനകാല സാഹചര്യത്തിനെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആവേശകരമാണ് ബ്രസീലിൻ്റെയും കേപ്പ് വെർദയുടെയും ഉറുഗ്വേയുടെയും ഒക്കെ വരവ്. തരുമ്പും തർക്കമില്ലതിൽ. സ്വപ്നതുല്യമാണത്. തോറ്റാലും ജയിച്ചാലും അവിസ്മരണീയമായ ഒരു രാത്രി തന്നെയാവും അത് ഇന്ത്യക്ക് സമ്മാനിക്കുക. പക്ഷേ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ മാറി മറിയുമോ ഇന്ത്യൻ ഫുട്ബോൾ? ആ ചോദ്യമാണ് തർക്കവിഷയം. ബ്രസീലും കേപ്പ് വെർദയും എല്ലാം വരുന്നതല്ല, അവരെ കൊണ്ടുവരാൻ കണ്ട നേരവും കാലവുമാണ് പ്രശ്നം. വടക്ക് വരാൻ പോകുന്ന ബ്രസീലിനെ ചൊല്ലിയും തെക്ക് വരാതെ പോയ മെസ്സിയെ ചൊല്ലിയും നടക്കുന്ന തർക്കങ്ങൾക്കിടയിൽ ശയ്യാവലംബിയാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ. അതൊരു ദോഷൈക ദൃഷ്ടിയല്ല, വസ്തുതയാണ്. രസിക്കാത്ത ഈ സത്യം പലർക്കും ദഹിക്കില്ലെങ്കിലും പകൽ പോലെ സ്പഷ്ടമാണ് അതിനുള്ള തെളിവുകൾ. ഫിഫയുടെ ആഗോള റാങ്കിംഗ് എടുത്താൽ 211 രാജ്യങ്ങളിൽ 138 സ്ഥാനത്താണ് നമ്മൾ. ഈ നിലയൊന്ന് മെച്ചപ്പെടുത്തണമെങ്കിൽ എവിടെയെങ്കിലും പോയി കൊള്ളാവുന്ന ഒരു ടൂർണമെന്റ് കളിക്കണം. പക്ഷേ ഇന്ന് അതിനിടമില്ല, ടൂർണമെന്റുകളില്ല. ബ്രസീലിന്റെ വരവിന്റെ പേര് പറഞ്ഞ് ആസിയാൻ കപ്പിൽ നിന്ന് ഇന്ത്യ സ്വയം പിൻവാങ്ങി. പിന്നെയുള്ളത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. വിനോദയാത്ര വേണ്ടെന്ന് പറഞ്ഞ് സർക്കാർ തന്നെ ആ ചീട്ട് കീറി. സൗഹൃദ കളികളൊന്നും ഫിഫയുടെ എണ്ണത്തിൽപ്പെടില്ല. ഈ കളി കണ്ട് നാട്ടിലെ കളിയോ കളിക്കാരോ വളരുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ അവിടെയും നിരാശ തന്നെയാവും ഫലം. നാട്ടിലെ കളികൾ ഒന്നൊഴിയാത്ത കട്ടപ്പുറത്താണ്. 86-ൽ ലോകകപ്പ് നേടിയ അർജന്റീന ടീമും ഉറുഗ്വേയുടെ എൻസോ ഫ്രാൻസിസ്കോലിയും ഡെൻമാർക്കിന്റെ ബ്രയാൻ ലാഡ്രൂപ്പും ഹംഗറിയുടെ ലാസ്ലോക്കിസും റഷ്യയുടെ ലെജൻഡറി ഗോൾ കീപ്പർ ദാസേവും അലക്സി മെഖൈൽചങ്കവും ഇഗോർ ബെൽനോവും എല്ലാം കളിച്ച നെഹ്റു കപ്പ് എന്നോ വിസ്മൃതിയിലായി കഴിഞ്ഞു. സന്തോഷ് ട്രോഫി നടക്കുന്നത് പോലും 4 ആൾ അറിയുന്നില്ല. പോയ വർഷം കോടതിയുടെ കനിവ് കാത്ത് കഴിയേണ്ടി വന്നു ISL എന്ന നമ്മുടെ പ്രീമിയർ ലീഗിന്. ഇക്കുറി നടത്തിപ്പിന് ആളുമില്ല, അർത്ഥവുമില്ല. കളിക്കേണ്ടവർ ക്ലബ്ബ് തന്നെ കെട്ടിപ്പൂട്ടി വിറ്റുപെറുക്കി പോകുന്നു. ശേഷിക്കുന്നവർ ചിലർ പാതി വിലയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ചിലർ നിന്ന് പിഴയ്ക്കാൻ നെട്ടോട്ടം ഓടുന്നു. വിത്തുപാകി 25 കൊല്ലമാവുമ്പോഴേക്കും മണ്ട ചീഞ്ഞ അവസ്ഥ. ഭാഗ്യം, പ്രാണൻ പൂർണ്ണമായും നിലച്ചിട്ടില്ല. പക്ഷേ അകാല മൃത്യു ആസന്നമാണ്. ഈ മൃതപ്രാണനിലേക്കാണ് ബ്രസീൽ എന്ന ചെലവേറിയ ഒറ്റമൂലി പ്രയോഗം നടത്താൻ നമ്മുടെ ഫുട്ബോളിൻ്റെ കാര്യസ്ഥന്മാർ ശ്രമം നടത്തുന്നത്. ഇത്രയും നിറംകെട്ട കാലത്തേക്ക് മഞ്ഞപ്പടയുടെ 2ാം നിരയെ കൊണ്ടുവരാൻ അച്ചാരമുറപ്പിച്ചത് 80 കോടി രൂപയ്ക്കാണെന്ന് തുറന്നു പറഞ്ഞതും ബൂട്ടിയ തന്നെ. അതും 50 കോടി മാത്രം വാർഷിക ബജറ്റുള്ള ഒരു ഫെഡറേഷൻ. ഈ ചെലവേറിയ പ്രദർശന മത്സരത്തിനു വേണ്ടിയാണ് ഇന്ത്യ ആസിയാൻ ടൂർണമെന്റിൽ നിന്ന് പിൻവാങ്ങിയത്. ആസിയാൻ രാജ്യങ്ങളോടല്ല, ബ്രസീലിനോട് കളിച്ചാലാണ് നിലവാരം കൂടുക എന്നൊരു വിചിത്ര ന്യായത്തിന്റെ ബലവുമുണ്ട് ഈ തീരുമാനത്തിൽ. കളിക്കാൻ ടൂർണമെന്റുകളില്ലെങ്കിൽ, കിട്ടിയ ടൂർണമെന്റുകളിൽ പോയി കളിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് കളി നിലവാരം മെച്ചപ്പെടുത്തണം? എന്തിനതിനുവേണ്ടി സന്നാഹം കൂട്ടണം? ഇതിലും വലിയ പാഴ്ചെലവ്, ഇതിലും വലിയൊരു പ്രഹസനം വേറെ എന്തുണ്ട്? ബൂട്ടിയയ്ക്ക് പ്രസിഡന്റ് പദവി കിട്ടാത്തതിന്റെ കൊതിക്കറവാണെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ രാജാവ് നഗ്നനാണെന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞല്ലേ പറ്റൂ. 2 തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം അണിഞ്ഞവരാണ് ഇന്ത്യ. വിസ്മൃതി കവർന്ന പഴയൊരു ചരിത്രം. ആ ടീമിനോടാണ് ഇപ്പോൾ ജപ്പാനിൽ പോയി കാശുവും മാനവും കളയേണ്ടെന്ന് സർക്കാർ പറഞ്ഞത്. ഏതാണ്ട് 700 പേരെങ്കിലും ഇന്ത്യൻ കുപ്പായമണിഞ്ഞ് ഇക്കുറി ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലേക്ക് വിമാനം കയറുന്നുണ്ട്. അപ്പോഴാണ് ദുർവ്യയമെന്ന് മുദ്രകുത്തി സർക്കാർ തന്നെ ഫുട്ബോൾ ടീമിന്റെ മാത്രം വഴി അടച്ചു കളഞ്ഞത്. ഏഷ്യൻ ഗെയിംസിൽ പോലും കളിക്കാനാവാത്ത ഈ ഇന്ത്യയാണ് എന്ന് ലോകകപ്പ് കളിക്കുമെന്ന് ആലോചിച്ച് കഷ്ടിച്ച് ഒരു മാസം മുൻപ് നമ്മൾ തലപൊക്കച്ചത്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇത് പുത്തിരിയൊന്നുമല്ല. 90-ലും 94-ലും 2018-ലും ഒന്നും നമ്മൾ ഏഷ്യൻ ഗെയിംസ് കളിച്ചിട്ടില്ല. അന്നും കാരണം ഇത് തന്നെ, നിലവാരമില്ലായ്മ തന്നെ, മെഡൽ പ്രതീക്ഷ തൊട്ടു തീണ്ടാത്തത് തന്നെ. ഒടുവിൽ കഴിഞ്ഞ തവണ ചൈനയിലേക്ക് അനുമതി കിട്ടിയപ്പോഴും പരിശീലനത്തിന് ക്ലബ്ബുകൾ കളിക്കാരെ വിട്ടുകൊടുത്തില്ല. അവസാനം വിട്ടുകൊടുത്തപ്പോഴേക്കും ചൈനയിലേക്ക് പറക്കാനുള്ള സമയമായി. പരിശീലനം ഒന്നുമില്ലാതെ മത്സരത്തിന് 2 ദിവസം മാത്രമുള്ളപ്പോൾ വിമാനം കയറി. വിമാനത്താവളത്തിലെ സ്പായിൽ അന്തിയുറങ്ങി ചൈനയിലെത്തിയത് ആരും മറക്കാനിടയില്ല. ഉറക്കച്ചടവോടെ പിറ്റേന്ന് ഗ്രൗണ്ടിലിറങ്ങി ചൈനയിൽ നിന്ന് ഗോളുകൾ എണ്ണി വാങ്ങിയതും ആരും മറന്നു കാണില്ല. സർക്കാർ എന്തായാലും മറന്നിട്ടില്ല. ഇക്കുറി ജപ്പാൻ യാത്രയ്ക്ക് ചുവപ്പുകൊടി കാട്ടിയതിന് പിന്നെ അവരെ എങ്ങനെ പഴിക്കും? ബ്രസീലും മെസ്സിയും ഒസീനിയും ഒക്കെ വന്നാൽ ഇക്കഥയൊക്കെ വിസ്മൃതിയിലാവുമെന്ന് ഫെഡറേഷൻ ചിന്തിച്ചിരിക്കുമോ ആവോ? ഇനി റാങ്കിങ്ങിന്റെ കഥ. 2015-ൽ 173-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട നില. 3 വർഷം കൊണ്ട് റെക്കോർഡായ 97-ലെത്തി ചരിത്രം സൃഷ്ടിച്ചു. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ 2ാം റൗണ്ടിലെത്തി. ഇനി കുതിപ്പിന്റെ കാലമാണെന്ന് വിളംബരം ചെയ്തു. ഇംഗ്ലീഷുകാരൻ സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും ISLനും ഒക്കെ സ്തുതി. എന്നിട്ടും ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിന് അവസരം നിഷേധിക്കപ്പെട്ടു. ഏഷ്യയിലെ ആദ്യ 8 സ്ഥാനങ്ങളിൽ പെടില്ല എന്നതായിരുന്നു ഒളിമ്പിക് അസോസിയേഷന്റെ ന്യായം. 2023-ൽ ഹാങ്ചൗവിലെത്തിയപ്പോൾ അത് 100-ൽ താഴെ പോയി. എന്നിട്ടും ടീമിന് ചൈനയിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. മത്സര പരിചയമില്ലെങ്കിൽ എങ്ങനെ ടീം മെച്ചപ്പെടും എന്ന ചോദ്യത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു. അതാണ് ഒരുക്കങ്ങളൊന്നുമില്ലാതെ കളിച്ച് കുളമാക്കിയത്. 2026 ആയപ്പോഴേക്കും റാങ്കിംഗ് 138ആയി. തൽക്കാലം ജപ്പാനിലേക്ക് പോവേണ്ട, വീട്ടിലിരുന്നാൽ മതിയെന്ന് തീരുമാനിച്ചെങ്കിൽ സർക്കാരിനെ പഠിക്കുന്നത് എങ്ങനെ? റാങ്കിംഗ് ഒരു ചെറിയ കളിയല്ല. ഇപ്പോൾ നമ്മൾ വലിയ പ്രതിഫലം കൊടുത്ത് ക്ഷണിച്ചു കൊണ്ടുവരുന്ന കേപ്പ് വെർദെ 26 കൊല്ലം മുൻപ് 182-ാം റാങ്കുകാരായിരുന്നു. ഇന്ന് അവരുടെ റാങ്കിംഗ് 72ആണ്.
ഇക്കഴിഞ്ഞ ലോകകപ്പിൽ സ്പെയിനിനെയും അർജന്റീനയെയും എല്ലാം ഞെട്ടിച്ച് അത്ഭുത ടീമായി. നമ്മളോ അവരെ കൊണ്ടുവന്ന് കളി പഠിക്കാൻ ശ്രമിക്കുന്നു, ഉത്തേജനം കണ്ടെത്താൻ ശ്രമിക്കുന്നു. 2012 131 സ്ഥാനത്തായിരുന്നു ഐസ്ലൻഡ്, ഇന്ത്യ 166. 6 വർഷത്തിന് ശേഷം ഐസ്ലൻഡ് 90 സ്ഥാനത്തേക്ക് കയറി. റഷ്യ ലോകകപ്പും കളിച്ചു. 2014 122 സ്ഥാനത്തായിരുന്നു കാനഡ, ഇന്ത്യ 171. 2022 അവർ 53 സ്ഥാനത്തെത്തി. ഖത്തറിൽ ലോകകപ്പും കളിച്ചു. 4 വർഷത്തിന് ശേഷം ലോകകപ്പിന്റെ ആതിഥേയരുമായി. 95 പാനമയുടെ റാങ്കിംഗ് 150 ആയിരുന്നു, ഇന്ത്യ 121. പാനമ 2018 ലോകകപ്പ് കളിക്കുമ്പോൾ 97 റാങ്കിൽ എത്തിയത് ആനക്കാര്യമായി ആഘോഷിക്കുകയായിരുന്നു നമ്മൾ. ഇന്ന് പാനമ 44 റാങ്കുകാരാണ്. നമ്മൾ 8 വർഷം കൊണ്ട് 138 റാങ്കിങ്ങിൽ താഴെ പോകുന്നത് ചെറിയ കാര്യമല്ല. ലോകകപ്പ് യോഗ്യത, ഏഷ്യൻ കപ്പ് എന്നിവയുടെ സീഡിംഗ് പോട്ടുകളിൽ തിരിച്ചടി നേരിടും. നാളെ ജപ്പാനും ദക്ഷിണ കൊറിയയും ഇറാനും ഓസ്ട്രേലിയയും പോലുള്ള കരുത്തർക്കൊപ്പം യോഗ്യതാ മത്സരങ്ങൾ കളിക്കേണ്ടി വരും. യോഗ്യത എന്നത് അതോടെ നിത്യമരീചികയാവും. റാങ്കിംഗ് മോശമായ ടീമുകളോട് കളിക്കാൻ വമ്പൻ ടീമുകൾ താല്പര്യം കാണിക്കാതെയാവും. അങ്ങനെ നിലവാരമുള്ള മത്സരപരിചയവും കുറയും. ഇവരെ കിട്ടാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ വലിയ തുക എറിയേണ്ടി വരും നമുക്ക്. ഇത് ഫെഡറേഷന്റെ കീശ കലിയാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്താൻ അതോടെ ഫെഡറേഷന് കഴിയാതാവും. സ്പോൺസർഷിപ്പുകാർ അകലും. സംരക്ഷണത്തിന് ആളെ കിട്ടാതാവും. സർക്കാരും താല്പര്യം കുറയും. ഫണ്ടുകൾ വരളും. പതനം സമ്പൂർണ്ണമാവും. ഈ കുത്തൊഴുക്കിൽ ഒരു കച്ചിത്തുരുമ്പ് വേണം ഫുട്ബോൾ ഫെഡറേഷന്. അതാണത്രേ ബ്രസീലിന്റെയും കേപ്പ് വെർദയുടെയും ഉറുഗ്വേയുടെയും മെസ്സിയുടെയും ഒക്കെ സന്ദർശനങ്ങൾ. ന്യായം കൊള്ളാം. എന്നാൽ ഇതിനു മുമ്പും ഇതുപോലുള്ള വമ്പന്മാർ ഇവിടെ വന്നുപോയ കാര്യം മാത്രം ഫെഡറേഷൻ വിസ്മരിക്കുന്നു. അല്ലെങ്കിൽ അതുമാത്രം അവർ നമ്മളിൽ നിന്നും മറച്ചുവെക്കുന്നു. ബ്രസീലും കേപ്പ് വെർദയും മാത്രമല്ല, അർജന്റീനയും റഷ്യയും ഡെൻമാർക്കും ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. മെസ്സി മാത്രമല്ല, പെലെയും മറഡോണയും ഇവിടെ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്നേ വരെ ഇതിൻ്റെ ഒന്നും ലാഭനഷ്ടങ്ങൾ ചോദിച്ച് ആരും ഫെഡറേഷനെ അലോസരപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു പതിവില്ല ഇവിടെ. പെലെ വന്നത് 77 പെലെ തനിച്ചല്ല. 70 ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്ത കാർലോസ് ആൽബർട്ടോയും ഇറ്റലിക്കാരൻ ജോർജിയോ ചിനാഗ്ലിയും ഒക്കെ ഉണ്ടായിരുന്നു മോഹൻ ബഗാനെതിരെ കളിക്കാൻ വന്ന കോസ്മോസിന്റെ നിരയിൽ. ആണും പെണ്ണുമായി 80,000-ഓളം വരുന്ന ജനസഞ്ചയമുണ്ടായിരുന്നു അന്ന് സോൾട്ട് ലേക്കിൽ ആ കളി കാണാൻ. ഇന്നോളം ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും വിലപിടിച്ച, ഏറ്റവും നിറം പിടിപ്പിച്ച നൊസ്റ്റാൾജിയാണ്. എന്നാൽ പെലെ വന്നത് പ്രതാപകാലത്തല്ലെന്നും 36 വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളിനോട് വിട പറയുന്നതിന് തൊട്ട് മുൻപാണെന്നുമുള്ള വസ്തുത മാത്രം ചരിത്ര പുസ്തകങ്ങൾ നമ്മളിൽ നിന്നും മറച്ചുവെക്കും. കൽക്കത്തയിൽ കളിക്കാൻ വരുമ്പോഴേക്കും മൈ ലൈഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗെയിം എന്ന ആത്മകഥ എഴുതുക പോലും ചെയ്തിരുന്നു പെലെ. കഷ്ടിച്ച് അരമണിക്കൂറാണ് പെലെ അന്ന് കളിച്ചത്. കളിക്കുകയില്ല, ഗ്രൗണ്ടിൽ ചില ചപ്പടി വിധികൾ കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും കുറേ സമയം പെലെയുടെ രൂപസാദൃശ്യമുള്ള മറ്റാരോണ് കളിച്ചതെന്നുമൊക്കെ അന്ന് കഥകളുണ്ടായിരുന്നു. കഥകൾ എന്തോ ആവട്ടെ, ഇന്ത്യൻ ഫുട്ബോളിനെ സമുദ്ധരിക്കാൻ സംഘടിപ്പിക്കപ്പെട്ട ആ മത്സരത്തെക്കുറിച്ച് ഇനിയും നമ്മളോട് പറയാത്ത വേറെയും ചില കാര്യങ്ങളുണ്ട്. പെലെയുടെ മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്നെ പ്രതാപകാലം അസ്തമിച്ചു തുടങ്ങുന്ന കാലമായിരുന്നു അത്. കിങ്സ് കപ്പിലെ 3ാം സ്ഥാനം ഒഴിച്ചു നിർത്തിയാൽ നേട്ടങ്ങൾ ഒന്നൊന്നായി കൈയൊഴിഞ്ഞുകൊണ്ടിരുന്ന കാലം കൂടിയായിരുന്നു അത്. 70 ബാങ്കോക്കിൽ വെങ്കലത്തോടെ ഏഷ്യൻ ഗെയിംസിലെ പ്രതീക്ഷകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. 74 ഗെയിംസിൽ എല്ലാ മത്സരങ്ങളും തോറ്റ് 14 ഗോൾ വഴങ്ങി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടങ്ങി. പെലെ വന്നുപോയ ശേഷം 78 സമ്പൂർണ്ണ തോൽവിയായിരുന്നു ഫലം. ഗ്രാഫ് അങ്ങനെ താണു വന്നു. അരനൂറ്റാണ്ടിന് ശേഷം ഏഷ്യൻ ഗെയിംസിന് ടീമിനെ തന്നെ അയക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പെലെ വന്നുപോയ സ്മരണകൾ മാത്രമാണ് നമുക്കിന്ന് മിച്ചം. പെലെയുടെ വരവിനൊരു പിന്നാമ്പുറ കഥ കൂടിയുണ്ട്. മോഹൻ ബഗാൻ IFA ഷീൽഡിൽ ബദ്ധവൈരികളായ ഈസ്റ്റ് ബംഗാളിനോടും ഫെഡറേഷൻ കപ്പിൽ ITIയോടും ഒക്കെ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ കാലമായിരുന്നു അത്. ആരാധകർ അന്ന് ക്ലബിന്റെ ആസ്ഥാനം ആക്രമിക്കുക പോലും ചെയ്തു. പ്രസിഡന്റ് ധീരൻ ഡേയുടെ നിലയും പരിങ്ങലിലായിരുന്നു. ആരാധകരുടെ ആക്രമണം ഭയന്ന് കളിക്കാർ ഡേയുടെ അടുത്ത് അഭയം തേടിയെത്തി. ഈ ഉരാക്കുടുക്കിൽ നിന്ന് കരകയറാൻ ഡേ കണ്ട വഴിയായിരുന്നു പെലെയുടെയും കോസ്മോസിന്റെയും ഒക്കെ സന്ദർശനം. ബഗാന്റെ ആരാധക കൂട്ടം തോൽവികളും അപമാനവും ഒക്കെ ആ കളിയോടുകൂടി മറന്നു. ഡേയുടെ നില സുരക്ഷിതമായി. ഇപ്പോൾ ആപത്തിലായ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അധ്യക്ഷൻ ബംഗാളിയായ കല്യാൺ ചോബേയ്ക്ക് പ്രചോദനം നാട്ടുകാരനായ ഡേയുടെ വഴിയാവണം. പക്ഷേ ഈ കണ്ണിൽ പൊടിയിടൽ കൊണ്ട് ബഗാനെ പോലെ ഇന്ത്യയും തിരിച്ചു വരുമോ എന്നതാണ് ചോദ്യം. ലോകകപ്പിന് തൊട്ടു മുൻപാണ് ലയണൽ മെസ്സി ഇതേ കൊൽക്കത്തയും ഡൽഹിയും മുംബൈയും ഒക്കെ സന്ദർശിച്ച് കോടികൾ കീശയിലാക്കി മടങ്ങിയത്. സംഘാടകർ ആരൊക്കെയോ പണം വാരി, ആർക്കൊക്കെയോ കുറേ സെൽഫികൾ തരപ്പെട്ടു. യാദൃച്ഛികമാവാം. അതിനുശേഷമാണ് ഏഷ്യൻ ഗെയിംസിനുള്ള ചീട്ട് സർക്കാർ കീറിയത്. ISLൽ ജംഷഡ്പൂരും ബ്ലാസ്റ്റേഴ്സും കാശിയും ഒക്കെ പ്രതിസന്ധിയിലായത്. മെസ്സിയുടെ സാന്നിധ്യത്തിന് തരിമ്പ് പോലും ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ഫുട്ബോളിനെ എന്ന് സാരം. മെസ്സിക്ക് മുൻപേ ബ്രാൻഡ് അംബാസഡറുടെ വേഷം കെട്ടി മാറഡോണയും വന്നിരുന്നു, അതും കേരളത്തിൽ. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. കൊണ്ടുവന്നവർക്ക് ചുളിവിൽ വമ്പൻ കൊയ്ത്ത്. അന്ന് 166 സ്ഥാനക്കാരായിരുന്നു ഇന്ത്യ. ഭാഗ്യം, 2.5 പതിറ്റാണ്ട് കൊണ്ട് 138 സ്ഥാനം. ഡീഗോയെ കണ്ട് കോരിത്തെരിച്ചതൊക്കെ വെറുതെ. പിന്നെ ISLൽ കളിക്കാനും കളി പഠിപ്പിക്കാനുമായി വയസ്സാൻ കാലത്ത് സീക്കോയും റോബർട്ടോ കാർലോസും ഡെൽ പിയേറോയും മെറ്റരാസിയും പിറസും ഒക്കെ വന്നുപോയി. ഒക്കെ വലിയ ആഘോഷങ്ങളായി. ഈ ISLാണ് കഴിഞ്ഞ വർഷം നടത്തിപ്പിന് കോടതിയുടെ കനിവ് കാത്തു കഴിഞ്ഞത്. കാലം തെറ്റി തുടങ്ങിയത്. കളിയുടെ എണ്ണം ഒപ്പിക്കാൻ പാടുപെട്ടത്. ഇതേ ISLൽ നിന്നാണ് ഇപ്പോൾ ടാറ്റയെ പോലൊരു ലെഗസി കോർപ്പറേറ്റ് കമ്പനി ഹതാശരായി പടിയിറങ്ങിപ്പോയത്. മറ്റ് 2-3 പേർ നിലനിൽപ്പിനായി നെട്ടോട്ടം ഓടുന്നത്.
ഇനി എത്ര കാലം കൊണ്ട് ഇതിന് ആയുസെന്ന് ആർക്കറിയാം. മിക്കവാറും ബ്രസീൽ വന്നു മടങ്ങിയതിൻ്റെ ബാധ്യത തീർക്കാൻ അടുത്ത ISL തന്നെ ഫ്രീസറിൽ വെച്ചേക്കാം. ശാപവാക്കല്ല, ആപൽ സാധ്യതയാണ്. ആര് വന്നാലും എന്തൊക്കെ നടന്നാലും നിറയാൻ പോകുന്നത് ഫെഡറേഷൻ്റെ കീശയല്ലല്ലോ. തടിച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ അല്ലല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ പതിവ്. നിസാരമല്ല ജംഷഡ്പൂർ FCയെ വിറ്റൊഴിച്ച് ISLൽ നിന്നുള്ള ടാറ്റയുടെ യാത്ര പറച്ചിൽ. വെറുമൊരു ക്ലബുടമയോ നികുതി ഇളവിനു വേണ്ടി കളി നടത്തിപ്പിന് വന്ന കോർപ്പറേറ്റ് കമ്പനിയോ അല്ല ടാറ്റ. ഇന്ത്യൻ ഫുട്ബോളുമായി പൊക്കിൾക്കൊടി ബന്ധമുണ്ട് ടാറ്റയ്ക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ അക്കാദമി ടാറ്റയുടേതാണ്. ജംഷഡ്പൂരിലെ ടാറ്റ ഫുട്ബോൾ അക്കാദമി TFA. അടിത്തട്ടിൽ പ്രൊഫഷണൽ രീതിയിൽ ഫുട്ബോൾ വളർത്തുക, വടക്കു കിഴക്കുന്നതും ഗ്രാമങ്ങളിൽ നിന്നും പ്രതിഭകളെ കണ്ടെത്തി രാഗി മിനുക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. 4 പതിറ്റാണ്ടാവുന്നു യൂറോപ്യൻ ശൈലിയിലുള്ള ഈ റെസിഡൻഷ്യൽ അക്കാദമി സ്ഥാപിച്ചിട്ട്. ബൈച്ചുങ് ബൂട്ടിയും കാൾട്ടൻ ചാപ്മാനും സുബ്രത പോളും റെനേഡി സിംഗും അടക്കം ഏതാണ്ട് 140 താരങ്ങളെ TFA ഇന്ത്യൻ ടീമിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രതിവർഷം 2 കോടിയോളം രൂപ ചെലവിടുന്നുണ്ട് ടാറ്റ. ഇതിന്റെ തുടർച്ചയായിരുന്നു ജംഷഡ്പൂർ FC എന്ന പ്രൊഫഷണൽ ക്ലബ്ബ്. അതാണിപ്പോൾ കൈപൊള്ളി അവരിപ്പോൾ താഴിട്ട് പൂട്ടി സലാം പറഞ്ഞിരിക്കുന്നത്. ടാറ്റയുടെ ടീം ചർച്ചിൽ എന്ന് പേരുമാറ്റി ജംഷഡ്പൂരിൽ നിന്ന് ഗോവയ്ക്ക് വണ്ടി കയറുമ്പോൾ അതൊരു ക്ലബിന്റെ മാത്രം നഷ്ടമല്ല. ഇന്ത്യൻ ഫുട്ബോൾ ഇനിയും വേണ്ടത്ര ഉപയോഗിക്കാതെ പോകുന്ന ജാർഖണ്ഡിലെയും ബീഹാറിലെയും ഒക്കെ പ്രതിഭകളുടെ അക്ഷയ ഖനികളുടെ കൂടി നഷ്ടമാണ്. ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും എല്ലാം വനമേഖലകളിൽ നമ്മുടെ കൺവട്ടത്ത് പെടാതെ പോകുന്ന എത്രയോ പ്രതിഭകൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ കളിക്കാർക്ക് യൂറോപ്യന്മാരുടെയും ആഫ്രിക്കക്കാരുടെയും ഒക്കെ സ്റ്റാമിന അന്യമാണെന്ന് ഒരു വാദഗതിയുണ്ട്. സ്റ്റാമിനയുടെയും വേഗതയുടെയും കാര്യത്തിൽ ഇവരെ ആരെയും കടത്തിവിട്ടും നമ്മുടെ ഗോത്ര വിഭാഗക്കാർ. അവരിപ്പോൾ തന്നെ ഇന്ത്യയുടെ വനിതാ ഹോക്കി, റഗ്ബി ടീമുകളുടെ കരുത്തായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ നിധികുംഭം ഇനിയും തുറക്കാത്തത് ഫുട്ബോളാണ്. അതിനുള്ള അവസരമായിരുന്നു ടാറ്റ ഒരുക്കിയിരുന്നത്. ജംഷഡ്പൂർ FCയെ പോലെ ഒരു പ്രൊഫഷണൽ ടീം, TFA പോലെ ഒരു അക്കാഡമി ടാറ്റ പറഞ്ഞു പോകുമ്പോൾ ഇവർക്ക് മുന്നിൽ എന്നേക്കുമായി അടഞ്ഞു പോകുന്നത് അവസരങ്ങളുടെ, സാധ്യതകളുടെ വലിയ വാതിലാണ്. ടാറ്റയുടെ മടക്കം നിസാരമല്ലെന്ന് സാരം. പക്ഷേ ബ്രസീലിൻ്റെ പിറകെ പോകുന്നവർ ടാറ്റയുടെ പിറകെ പോകില്ല. കാരണം ടാറ്റ വലിയ തലക്കെട്ടുകൾ നേടിത്തരില്ല, ആരുടെയും കീശ നിറയ്ക്കുകയുമില്ല. ടാറ്റയും ജംഷഡ്പൂരും ഒന്നും ഇല്ലെങ്കിൽ എന്ത്, ചർച്ചിലുണ്ടല്ലോ എന്നൊരു വാദഗതിക്കാരുണ്ട്. ശരിയാണ്, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും പുതിയ ഉടമകൾ വരുന്നുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ പുതിയ സീസണിൽ പന്തുരുള്ളും. പഴയതൊക്കെ നമ്മൾ മറക്കും. എത്ര നിസ്സാരം. അങ്ങനെ ഉയരും ഉടലും ഉടയോനും ഒക്കെ മാറിയാൽ തീരുന്നതായിരുന്നു ISLലെ പ്രശ്നമെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു ഉടയോനില്ലാത്തതാണ് വാസ്തവത്തിൽ ISLന്റെ പ്രശ്നം. ഉടയൻ പോട്ടെ, ഒരു കാര്യസ്യൻ പോലുമില്ല എന്ന് അതിന് അറിയുമ്പോഴേ തകർച്ചയുടെ ആഴം വ്യക്തമാവും. മൃത്യു എത്ര അടുത്തെത്തിയെന്ന് ബോധ്യമാവും. പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിരോധത്തിനും വിമതരുടെ അട്ടിമറി ഭീഷണിയും ഒക്കെ ഒടുവിലാണ് ഒരു പ്രൊഫഷണൽ ലീഗിന്റെ പരീക്ഷണത്തിന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറായത്. റിലയൻസിന്റെ FSDLനായിരുന്നു നടത്തിപ്പ് ചുമതല. ഇടയ്ക്ക് തപ്പിയും തടഞ്ഞുമൊക്കെയായിരുന്നു നീങ്ങിയതെങ്കിലും 10-24 കൊല്ലം അവരത് കൊണ്ടുപോയി. 8 തുടങ്ങിയത് 10 12 ഇന്ത്യൻ ഫുട്ബോളിന് പ്രതീക്ഷയുടെ ചെറിയ നാമ്പുകളെങ്കിലും സമ്മാനിച്ചു. ചെറിയ മട്ടിലാണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ റാങ്കിങ്ങിലും അത് പ്രതിഫലിച്ചു. സച്ചിൻ ടെണ്ടുൽക്കർക്കും വിരാട് കോഹ്ലിക്കും ഒക്കെ ഒപ്പം സുനിൽ ഛേത്രിയും സന്ദേശ് ജിങ്കനും എഡ്രിയാൻ ലൂണയും ഒക്കെ നമ്മുടെ ഇഷ്ടങ്ങളിൽ ഇടം നേടി. എന്നാൽ വൈകിയില്ല. സഹജമായ രോഗലക്ഷണങ്ങൾ തലപൊക്കി. വൈകാതെ മൂർച്ഛിച്ച് ഉഗ്രരൂപത്തിൽ വെളിപ്പെട്ടു. കഴിഞ്ഞ വർഷം FSDLുമായുള്ള കരാർ അഥവാ മാർക്കറ്റിംഗ് റൈറ്റ്സ് അഗ്രിമെന്റ് അവസാനിച്ചു. അങ്ങനെ ലീഗ് നോക്കി നടത്താൻ ആളില്ലാതായി. ടൈറ്റിൽ സ്പോൺസർ ഇല്ലാതായി. സംപ്രേക്ഷണം നിലച്ചു. സംപ്രേക്ഷണാവകാശം വിലപേശി വിൽക്കാൻ ആളില്ലാതായി. അതോടെ ക്ലബ്ബുകളുടെ വരുമാനം മുട്ടി. പ്രാദേശിക ടീം സ്പോൺസർഷിപ്പും ടിക്കറ്റ് വിൽപ്പനയും മെർക്കൻഡൈസ് വിൽപ്പനയും ഒക്കെ കഴിഞ്ഞ് ബാക്കിയാവുന്ന തുക സ്വന്തം കീശയിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ. കഴിഞ്ഞ തവണ നിശ്ചയിച്ചതിലും 5 മാസം കഴിഞ്ഞാണ് ലീഗ് നടന്നത്. ആകെ ഉണ്ടായത് 13 കളികളും. അതുകൊണ്ട് തന്നെ AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് യോഗ്യതയുമില്ല. ഈ പ്രതിസന്ധിക്ക് ഇന്നും പരിഹാരമായിട്ടില്ല. ക്ലബ്ബുകൾക്ക് നഷ്ടം 20-30 കോടിയൊക്കെയാണ്. ആപത്ത് മണത്ത ടാറ്റ ആദ്യമേ കപ്പലിൽ നിന്ന് ചാടിയെന്നേ ഉള്ളൂ. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് അതിനു മുമ്പേ മുംബൈ സിറ്റി FCയെ കൈയൊഴിഞ്ഞ് തടി തപ്പിയവരാണ്. ലീഗിന്റെ ഘടനയ്ക്കുമുണ്ടായിരുന്നു തുടക്കം മുതലേ പ്രശ്നം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഘടനയിൽ പല ടയറുകളായിട്ടാണ് ISLലും വിഭാവനം ചെയ്തത്. പക്ഷേ കളിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന മാതൃക മാത്രം അവർ പഠിച്ചില്ല, പയറ്റിയതുമില്ല. 2ാം ഡിവിഷനും യാഥാർത്ഥ്യമായില്ല. 10 വർഷത്തിന് ശേഷമാണ് I ലീഗ് 2ാം ഡിവിഷനായത്. പക്ഷേ ലോകത്തിലെ എല്ലാ പ്രൊഫഷണൽ ലീഗിലുമുള്ള തരംതാഴ്ത്തൽ മാത്രം ഇവിടെയില്ല. ഇക്കരെ ഉണ്ടാവുമെന്ന് കേട്ടിരുന്നു. ഇത്തവണ I ലീഗിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച ഡയമണ്ട് ഹാർബർ പാർട്ടിസിപ്പേഷൻ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ പിൻവാങ്ങിയതോടുകൂടി ആ നീക്കം നിലച്ചു. I ലീഗ് ചാമ്പ്യന്മാരായ വകയിൽ കിട്ടേണ്ടിയിരുന്ന 55 ലക്ഷം രൂപ ഫെഡറേഷൻ കൊടുക്കാതെ ഇതിനുവേണ്ടി നീക്കി വച്ചിരിക്കുകയായിരുന്നു. ബാക്കിയുള്ള തുക കണ്ടെത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയത്. ഇതിലും വലിയ രോഗലക്ഷണം വേറെ എന്തുണ്ട്? ഇന്റർ കാശിയും ഇതുപോലെ കയ്യാലെ പുറത്താണ്. അവസാന വിസിൽ എപ്പോഴാണ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇപ്പോൾ ആകെ 13 ടീമുകളാണ് ലീഗിലുള്ളത്. തരംതാഴ്ത്തലില്ലെങ്കിൽ ആർക്കൊണ്ട് മോശമായി കളിക്കാൻ ഭയം. പിന്നെ ഈ കളിയിൽ എന്തുണ്ട് ത്രില്ല്, എന്ത് ആകർഷണം? കാണികൾക്ക് ആദ്യമേ ആകർഷണം നഷ്ടപ്പെട്ടു, പിന്നീട് ക്ലബ്ബുകൾക്കും, ഇപ്പോഴിത് അതിൻ്റെ നടത്തിപ്പുകാർക്കും. അങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അതങ്ങനെ തെളിച്ചുകൊണ്ടേയിരിക്കുന്നു. രോഗം കണ്ടെത്താനോ ചികിത്സിക്കാനോ ആളില്ല, ഉള്ളവർക്ക് താല്പര്യവുമില്ല. കുത്തഴിഞ്ഞ ഈ മുറി അടുക്കി പെറുക്കി വെക്കാതെയാണ് നമ്മൾ വലിയ വിഭവങ്ങൾ ഒരുക്കി വമ്പൻ ടീമുകളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. വിരുന്നുകാർ സദ്യ കൊണ്ട് പോകും, പക്ഷേ അവർ വീട് നന്നാക്കില്ല. അത് വീട്ടുകാരുടെ ജോലിയാണ്. ബ്രസീലിനും മെസ്സിക്കും പുറകെ പോകുമ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്തു വെച്ചാൽ നന്ന്. ലോകകപ്പും ഏഷ്യാകപ്പും ഒക്കെ പോകട്ടെ, നാളെ ഇവർക്കെതിരെ ഒരു പ്രദർശന മത്സരം കളിക്കാനെങ്കിലും നമുക്കൊരു ടീം വേണ്ടേ?